ഈ പ്രവാസികളെ കുറിച്ചുമായി ബന്ധപ്പെട്ട ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1 ലക്ഷത്തിനടുത്ത് പ്രവാസികളുണ്ട് എന്നാണ് കണക്ക് തന്നെ വ്യക്തമാക്കുന്നത്. അല്ലേ, അപ്പം പ്രവാസികളുടെ വോട്ട് ഇപ്പം സ്വീകരിക്കുന്നൊരു നിലപാടുണ്ടല്ലോ. ഇപ്പോൾ വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം എങ്ങനെ ബാധിക്കുമെന്നുള്ളത് അവർക്ക് വോട്ടവകാശം ന്യായമായി കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ അതെല്ലാം എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നോക്കിയതിന് ശേഷം ഈ പുതിയ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഇത് ബാധിക്കും എന്നത് പരിശോധിച്ചതിന് ശേഷമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി പറയാൻ കഴിയും. ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആശങ്ക നിലവിൽ ഉണ്ട്. ബീഹാറിൻ്റെ പശ്ചാത്തലത്തിൽ ആശങ്ക നിലവിലുണ്ട്. ബീഹാറിൽ ഇതിനെ ദുരുപയോഗപ്പെട്ടു. അവർ BLOമാരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് എങ്ങനെ ഇത് ചെയ്യണം, പട്ടിക എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് നിർദ്ദേശം നൽകുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടായി. അത് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾക്ക് ചേരുന്നതല്ല. കേരളത്തിൽ ഇതിൻ്റെ നടപ്പിൽ വരുത്തൽ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. അത് വന്നതിന് ശേഷം ഈ കാര്യത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് ഞങ്ങൾ പറയാം. അല്ല, അതെ, ഇത് നോക്കിയിട്ട് പറയാം. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യം അർഹതപ്പെട്ട മുഴുവൻ ആളുകളുടെയും വോട്ട് സംരക്ഷിക്കപ്പെടും. ഇന്ന് നിലവിലുള്ള വോട്ടർമാർ അവരുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് നല്ല ജാഗ്രത പുലർത്തണം. ബീഹാറിൻ്റെ അനുഭവങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ജാഗ്രത ജനങ്ങൾ നല്ല നിലയിൽ പുലർത്തണം എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു വിഷയങ്ങളെല്ലാം വരുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തത വരുത്തും.